ദ്രോഹിയുടെ വഴിയോ ദുർഘടം തന്നെ. അതായത് ദുഷ്ടന്റെയും ദ്രോഹിയുടെയും ദുഷ്കർമ്മികളുടെയും മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. എന്നാൽ മനുഷ്യർ പലപ്പോഴും ചിന്തിക്കും, ഈ ദുഷ്ടന്മാരും ദ്രോഹികളും ഈ ദുഷ്കർമ്മികളും എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന്. തിന്മയ്ക്കായി, ദോഷത്തിനായി, ദുഷ്കർമ്മങ്ങൾക്കായി ഇവർ പോകുന്ന വഴികളിൽ അവരുടെ മനസാക്ഷിയിൽ ദൈവം സംസാരിക്കാറുണ്ട്. പലരിലൂടെയും ദൈവം വാൺ ചെയ്യാറുണ്ട്. അതിനെ അവഗണിച്ചുകൊണ്ട് അവർ സഞ്ചരിക്കുമ്പോഴാണ് പല തെറ്റുകളിലും കുഴികളിൽ അകപ്പെട്ടു പോകുന്നു. പലരും ജയിലുകളിൽ അടയ്ക്കപ്പെടുന്നു. അങ്ങനെ മാനസികമായി തകർന്നു. കാലങ്ങളും സമയങ്ങളും മുന്നോട്ട് പോകുമ്പോൾ അവിടെയും ദൈവം ഇടപെടുന്നു. ഒരു പ്രത്യാശയില്ലാതെ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടും എല്ലാവരാലും നിന്ദിക്കപ്പെട്ടും പല മേഖലയിൽ ആയിരിക്കുന്ന ജനത്തിൻ്റെ അടുക്കൽ സുവാർത്ത ദൂതന്മാരെ പോലെ സുവിശേഷവുമായി ജനം കടന്നു ചെല്ലാറുണ്ട്. സുവാർത്ത ദൂതവുമായി കടന്നു ചെല്ലുന്ന സുവിശേഷരുടെ വായിൽ നിന്ന് ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയുമ്പോൾ തങ്ങളുടെ തെറ്റുകളെ ഗ്രഹിക്കുകയും തങ്ങളുടെ ലംഘനങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ജയിലുകളിൽ വെച്ച് സുവിശേഷം കേട്ട് അവർ ചെയ്തു പോയ തെറ്റുകളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് തെറ്റ് തിരുത്തി അനേകരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ക്രിസ്തു അവരുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ്. അപ്പോൾ അവരിൽ വരുന്ന വ്യത്യാസം, സമാധാനമില്ലാതിരുന്ന അവർക്ക് സമാധാനം ലഭ്യമായി, മനസ്സിന് സ്വസ്ഥത ലഭ്യമായി, മരണനിദ്ര പ്രാപിക്കാതെ വണ്ണം അവർക്ക് നിത്യജീവനിലേക്ക് കടക്കുവാനുള്ള ഒരു പ്രത്യാശ ക്രിസ്തുവിലൂടെ ലഭ്യമായി. അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ജനത്തിൻ്റെ അടുക്കൽ സുവിശേഷവുമായി ചെല്ലുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ ആർക്കും ചെല്ലാൻ പറ്റില്ല. ഇന്ന് രാജ്യത്തിൻ്റെ നിയമം നന്നാക്കുന്ന സുവിശേഷത്തെയും സുവിശേഷ പ്രവർത്തകരെയും തടഞ്ഞുകൊണ്ട് സുവിശേഷയുടെ പാതകൾ ദുർഘടമായി നിൽക്കുമ്പോൾ തന്നെ മനുഷ്യന് പ്രാണനും ശ്വാസവും കൊടുത്ത ദൈവത്തിന് തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ, അവൻ ദുഷ്ടനായാലും ദ്രോഹിയായാലും ദുഷ്കർമ്മിയായിരുന്നാലും അവൻ്റെ പാപം വിട്ടൊഴിഞ്ഞ് അവനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. അതെന്തുകൊണ്ട്? ദൈവം സൃഷ്ടാവായ ദൈവമായതുകൊണ്ടാണ്.